മൂസൽ എന്ന് പറയുന്ന പട്ടണം ഇറാഖിൻ്റെ തലസ്ഥാനമാണ് മൂസൽ. മൂസലിന് അടുത്തായിട്ട് ഒരു ഗ്രാമത്തിലാണ് ഈ സംഭവം നടക്കുന്നത്. അപ്പം ഈ അച്ഛനെ പൗലൂസ് എന്നാണ് കൊർപ്പിസ്കോപ്പ അച്ഛനാണ്. അച്ഛൻ മാരീഡാണ്, കുട്ടികളുമുണ്ട്. അതുപോലെ തന്നെ ജോസഫ് അൽബൻ എന്ന് പറയുന്നത് ഈ രണ്ടച്ഛന്മാർ ചേർന്ന് ഒരു പള്ളി നടത്തുക, രണ്ടച്ഛന്മാർ ചേർന്ന് നമ്മുടെ ഒരു പള്ളി നടത്തുകയാണ്. അപ്പം ഈ പൗലൂസ് അച്ഛനാണ് വികാരി. അപ്പം അവിടെ ഒരു പ്രകോപനം ഉണ്ടായ സമയത്ത് അവിടെയുള്ള ഭീകരന്മാരെല്ലാം കൂടെ തീരുമാനിക്കുകയാണ്, ഈ പള്ളിയിലെ എല്ലാ ക്രിസ്ത്യാനികളെ നമുക്ക് കൊല്ലാം. ആ ഗ്രാമത്തിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ പള്ളിയേ ഉള്ളൂ, ആ പള്ളിയിൽ എല്ലാവരെയും കൊല്ലാമെന്നാണ് ആദ്യം അവർ തീരുമാനിക്കുന്നത്. അത് കഴിഞ്ഞപ്പോൾ അവർ തന്നെ പരസ്പരം ആലോചിച്ചിട്ട് പറഞ്ഞു, എല്ലാവരെയും കൊല്ലേണ്ട, എല്ലാവർക്കും വേണ്ടി നമുക്ക് ഒരാളെ കൊല്ലാമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ പൗലോസ് അച്ഛനെ പിടിച്ചുകൊണ്ട് പോവുകയാണ്. പൗലോസ് അച്ഛനെ പിടിച്ചുകൊണ്ട് പോയിട്ട് അവർ പറയുന്നതാണ്, നമ്മളെ പിടിച്ചുകൊണ്ട് പോയി ആദ്യം പറയുന്നത് യേശു ക്രിസ്തുവിനെ തള്ളി പറയാൻ അവർ ആദ്യം പറയുന്നത്. എന്തായാലും അച്ഛൻ, വളരെ ധീരനായ അച്ഛൻ പറഞ്ഞു, ഞാൻ യേശു ക്രിസ്തുവിനെ തള്ളി പറയത്തില്ല എന്ന് പറഞ്ഞു. പിന്നെ അവർ പ്രയോഗിച്ചൊരു തന്ത്രമാണ്, അച്ഛൻ്റെ മൊബൈലിൽ നിന്ന് അച്ഛൻ്റെ വൈഫിനെ വിളിക്കുന്നു. എന്നിട്ട് പറയുകയാണ്, നിൻ്റെ ഹസ്ബൻഡിനോട് പറയുക യേശുവിനെ തള്ളി പറയാൻ, അല്ലെങ്കിൽ ഞങ്ങൾ അവനെ കൊല്ലാൻ പോവാണ്. അപ്പോഴാ അമ്മായിയുടെ വൈഫിൻ്റെ ആ ധീരതയാണ്, യേശുക്രിസ്തുവിന് വേണ്ടി ഉള്ള ആ തീഷ്ണതയാണ്. അമ്മായി പറയുകയാണ്, എൻ്റെ ഹസ്ബൻഡ് യേശുക്രിസ്തുവിനെ തള്ളിപ്പറയുന്നതിൽ ഭേദം അദ്ദേഹം മരിക്കുന്നതാണെന്ന് പറഞ്ഞു. ആ നിമിഷം അച്ഛൻ്റെ തലവെട്ടി. അതൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്കൊരിക്കലും ഇവിടെയെങ്കിലും അങ്ങനെ ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു സംഭവമാണത്. അതാണ് ഒരു പ്രത്യേകത. അപ്പോൾ യേശുക്രിസ്തുവിന് വേണ്ടി ജീവൻ കളയുവാൻ തയ്യാറായിട്ടുള്ള, ജീവൻ പോയാലും യേശുക്രിസ്തുവിനെ തള്ളിപ്പറയില്ല. ഇനി എൻ്റെ ഹസ്ബൻഡ് മരിച്ചാലും മക്കൾ മരിച്ചാലും അമ്മ മരിച്ചാലും കൊള്ളാം, യേശുക്രിസ്തുവിനെ തള്ളിപ്പറയില്ല എന്നുള്ള ആ ഒരു ധൈര്യം, ആ ഒരു വിശ്വാസം, അതാണ് സത്യവിശ്വാസം. ശരിക്കും പറയാം രക്തസാക്ഷിത്വത്തിലേക്കുള്ള, അവിടെ ആരോട് ചോദിച്ചാലും അവരൊക്കെ പറയും ഞങ്ങൾ ഇപ്പം ഞാനിപ്പോൾ പറയുമ്പോൾ ചിലപ്പോൾ ഇവിടെ ഒരു അത്ഭുതമായിരിക്കും, പക്ഷേ ആരും ചെറിയ താമസിക്കുന്ന എല്ലാവരും റെഡിയാണ്, രക്തസാക്ഷിത്വം റെഡി. കാരണം എപ്പോൾ വേണേലും നമ്മളെ തട്ടിക്കൊണ്ട് പോകപ്പെടാം, എപ്പോൾ വേണേലും നമ്മൾ മരിക്കാം, എപ്പോൾ വേണേലും എന്തും വേണം സംഭവിക്കാം. ഹോംസിലൊക്കെ തകർന്ന് കിടക്കുക അവിടെ വരാം. അതുപോലെ തന്നെ ഹോംസിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു വിധവയായ സ്ത്രീയെ പരിചയപ്പെട്ടു. അവിടുത്തെ മെത്രാപ്പോലീത്ത തിരുമേനി ഇങ്ങനെ പരിചയപ്പെടുത്തുകയാണ്. ഇവരുടെ പേര് മറിയം എന്നാണ്. അപ്പം ഈ ഹോംസിലെ ആദ്യത്തെ രക്തസാക്ഷിയായ ജോർജിൻ്റെ വൈഫാന്ന് പറഞ്ഞു. അപ്പം ഞാൻ അവരെ നോക്കുമ്പോൾ എനിക്ക് ഹൃദയത്തിൽ തേങ്ങലാണ് അവർ. പക്ഷെ പുള്ളിക്കാരി അവരുടെ മനസ്സിൽ അവർക്ക് ആ തേങ്ങലല്ല, അവരുടെ പ്രകാശിക്കുന്ന ഒരു മുഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വലിയ പ്രത്യാശയാണ്. എൻ്റെ ഹസ്ബൻഡ് സ്വർഗത്തിലാണ്, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് അവരത് വളരെ വിശ്വാസത്തോടെ അവർ പറയുന്നത്. എനിക്ക് 2 മക്കളുണ്ട്, അവരെ വളർത്തിയെടുക്കും, എൻ്റെ കുടുംബത്തിന് വേണ്ടി എൻ്റെ ഹസ്ബൻഡ് പ്രാർത്ഥിക്കുന്നു എന്ന് പറയുന്നത് നമുക്ക് വേറെ അതാണ് പ്രകാശം, വിശ്വാസ തീഷ്ണതയാണത്. സഹനങ്ങൾ ഉണ്ടാകുമ്പോഴാണ് ശരിക്കും തീഷ്ണത വരുന്നത്. അല്ലെങ്കിൽ പ്രതികൂലങ്ങൾ എന്ന് പറയാൻ, പീഡനങ്ങൾ എവിടെയുണ്ടോ അവിടെ സഭ വളരും. അതായത് രക്തസാക്ഷികളുടെ രക്തം അത് സഭയുടെ വളർച്ചയ്ക്ക് ഉപകരിക്കും. അതുകൊണ്ട് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നുണ്ട്, ഇന്ന് സിറിയയിൽ എത്രയോ പേര് രക്തസാക്ഷികളാകുന്നു. അതിൻ്റെ എല്ലാം ഫലം ഈ മലങ്കരയിൽ ലോകം മുഴുവനും ഉണ്ടാകും. അനേകം ആത്മാക്കൾ അതുവഴി രക്ഷപ്പെടുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്.